ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു ക്യാരക്ടർ എൻ്റർ ചെയ്തിട്ട് ആ ക്യാരക്ടറിൻ്റെ ആസ്കി വാല്യൂ പ്രിന്റ് ചെയ്യുന്ന പ്രോഗ്രാമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ആസ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആസ്കിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. അതാണ് ആസ്കിയുടെ ഫുൾ ഫോം, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. അതായത് ഒരു സ്റ്റാൻഡേർഡ് ഡാറ്റ ട്രാൻസ്മിഷൻ കോഡാണ്. അതായത് രണ്ട് കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ ഇടയ്ക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു കോഡാണ്. അത് നമുക്ക് ടെക്സ്റ്റുവൽ ഡാറ്റ, അതായത് ലെറ്റേഴ്സ്, നമ്പേഴ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ടോ കൺട്രോൾ ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ടോ നമുക്കത് യൂസ് ചെയ്യാം. ഇതൊരു 8-ബിറ്റ് കോഡാണ് ഈ ആസ്കി എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ കേസിൽ, ഇപ്പം നമ്മൾ പ്രോഗ്രാമിങ്ങിന്റെ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ, സി പ്രോഗ്രാമിന്റെ കേസിലാണ് നമ്മൾ ആസ്കിനെ കുറിച്ച് പറയുന്നതെങ്കിൽ, നമ്മുടെ ക്യാരക്ടേഴ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മൾ കീബോർഡിൽ നിന്ന് എൻ്റർ ചെയ്യുമ്പോൾ അത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത് ഈ ആസ്കി വാല്യൂ ആയിരിക്കും. അതായത് നമ്മൾ കീബോർഡിൽ നിന്ന് എ എന്നുള്ള കീ പ്രസ് ചെയ്ത് കഴിയുമ്പം ആ എക്ക് പകരമായിട്ട് എയുടെ ആസ്കി വാല്യൂ ആയിരിക്കും മെമ്മറിയിൽ സ്റ്റോർ ചെയ്തത്. ഇപ്പം നമ്മൾ പ്രോഗ്രാമിങ്ങിന്റെ കേസാണ് പറയുന്നത്. അതിൽ ആ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുവാണെങ്കിൽ ആസ്കി എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. മെമ്മറി, നമ്മളൊരു ക്യാരക്ടർ എടുത്തിട്ട് ആ ക്യാരക്ടർ നമ്മൾ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുമ്പോൾ അതിന്റെ ആസ്കി വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുന്നത്. ഇതാണ് നമുക്ക് കീബോർഡിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും, A to Z വരെയുള്ള അപ്പർ കേസ് ലെറ്റേഴ്സ്, A to Z വരെയുള്ള ലോവർ കേസ് ലെറ്റേഴ്സ്, കീബോർഡിലുള്ള എല്ലാ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, അല്ലേ, ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും എല്ലാ സ്പെഷ്യൽ ക്യാരക്ടേഴ്സും. പിന്നെ തന്നെ 0 to 7 വരെ, 9 വരെയുള്ള ഡിജിറ്റ്സ്, ഇതൊക്കെ ക്യാരക്ടറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്തായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്? ഇതിന്റെ ആസ്കി വാല്യൂ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ക്യാരക്ടർ എ. കണ്ടോ, ക്യാരക്ടർ എയുടെ ആസ്കി വാല്യൂ എന്ന് പറയുന്നത് 65 ആണ്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ആസ്കി ടേബിൾ ആണ്. നമുക്ക് ആസ്കി വാല്യൂ എന്നുള്ളത് ഡെസിമലിൽ പറയാം, ബൈനറിയിൽ പറയാം, ഒക്ടലിൽ പറയാം, ഹെക്സാഡെസിമലിലോ എങ്ങനെ വേണമെങ്കിലും പറയാം. ആസ്കി ടേബിള് നമ്മളിവിടെ ക്യാരക്ടറും അതിന്റെ ഡെസിമൽ ആസ്കി വാല്യൂവും അതിന്റെ ബൈനറി ഫോമുമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം കാണിച്ചിരിക്കുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് കീബോർഡിൽ നമുക്ക് ഉള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സും ലെറ്റേഴ്സും ഒക്കെയാണ്. രണ്ടാമത് വരുന്ന ഈ ഡെസിമൽ എന്ന് പറയുന്നതാണ് നമ്മൾ ആസ്കി വാല്യൂ. ബൈനറി എന്ന് പറയുന്നത് ഈ ഡെസിമലിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി വാല്യൂ ആണ്. ഓക്കെ, മെമ്മറിയിൽ അപ്പോൾ സ്റ്റോർ ചെയ്യുമ്പം 65 ആയിരിക്കത്തില്ല, ബൈനറി ആയിരിക്കും മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്. നമുക്കറിയാം കമ്പ്യൂട്ടർ എല്ലാം അങ്ങനെയാണ്, മെഷീൻ ലാംഗ്വേജ് ആണ് നോക്കുന്നത്. അപ്പോൾ ഈ മെഷീൻ ലാംഗ്വേജിന്റെ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ 0ഉം 1ഉം ആയിട്ട്, അല്ല, ഹൈ വോൾട്ടേജ് ലോ വോൾട്ടേജ് എന്നുള്ള റെപ്രസെന്റേഷൻ ആണ്. അപ്പം ബൈനറി ഫോർമാറ്റിലായിരിക്കും മെമ്മറിയിൽ എല്ലാം സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ക്യാരക്ടർ ABCD എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്ത് കൊടുത്താലും അതിന്റെ കറസ്പോണ്ടിങ് ആസ്കി വാല്യൂ അത് എടുക്കും. ആസ്കി വാല്യൂ വെച്ചിട്ടായിരിക്കും പ്രോസസ്സിങ്ങിന് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ക്യാരക്ടർ എൻ്റർ ചെയ്തിട്ട് അതിന്റെ ആസ്കി വാല്യൂ എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ പ്രോഗ്രാം എഴുതാൻ പോവാണ്. ആദ്യമേ തന്നെ ആവശ്യമായിട്ടുള്ള ഹെഡർ ഫയൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം. stdio.h എന്ന് പറഞ്ഞ് ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്തു. ദെൻ conio.h, ഓക്കെ. പിന്നെ വരുന്നത് void main. അതിൻ്റെ അകത്ത് നമുക്കൊരു ക്യാരക്ടർ വേരിയബിൾ ആണ് ആവശ്യം. അപ്പം ഞാൻ ക്യാരക്ടർ CH എന്ന് പറഞ്ഞൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു. ദെൻ sealer CR. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? നമുക്കൊരു ക്യാരക്ടർ റീഡ് ചെയ്യണം. അപ്പം ഞാൻ ഇതിനുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതുവാണ്. ആദ്യം printf കൊടുത്തു. printfൽ നമ്മൾ പറയാണ് എൻ്റെ ക്യാരക്ടർ. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ക്യാരക്ടർ എൻ്റർ ചെയ്യാനായിട്ട് പറഞ്ഞു. സ്കാൻഫ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ റീഡ് ചെയ്യുന്നത്. സ്കാൻഫ് ഉപയോഗിക്കുമ്പോൾ ക്യാരക്ടർ ആണെങ്കിൽ കൊടുക്കേണ്ടത് %C ആണ്. %C കൊടുത്തിട്ട് ക്ലോസ് ചെയ്തു. ദെൻ അഡ്രസ് ഓഫ് CH എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെച്ചിരിക്കുന്ന വേരിയബിളിന്റെ പേര്. ഇനി ആദ്യം ഈ ക്യാരക്ടറിനെ ഞാൻ ചുമ്മാ ഒന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കാം. printf ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിന്റെ വാല്യൂ ചുമ്മാ ഒന്ന് ഞാൻ പ്രിന്റ് ചെയ്യുകയാണ്. പ്രിന്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ %C കൊടുത്തു, ഡബിൾ കോട്ട്സ് ഇട്ടു, ദെൻ കോമ, CH ചുമ്മാ കൊടുത്താൽ മതി, അല്ലെ? നമ്മൾ പ്രിന്റ് ചെയ്യുന്ന കേസിൽ നമ്മൾ എന്ത് കൊടുക്കത്തില്ല? അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യത്തില്ല. വേരിയബിളിന്റെ പേര് മാത്രം പറഞ്ഞാൽ മതിയായിരിക്കും. ക്ലോസ് ചെയ്തു. നമുക്കൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. എറർ ഒന്നുമില്ല. റൺ ചെയ്ത് നോക്കാം. എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ക്യാപിറ്റൽ ലെറ്ററിൽ A എൻ്റർ ചെയ്യാണ്. ക്യാരക്ടർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. ഇനി എന്ത് കിട്ടണം? അതിന്റെ ആസ്കി വാല്യൂ കിട്ടണം, അല്ലെ? ആസ്കി വാല്യൂ കിട്ടണമെങ്കിൽ printf
ഇത് നിങ്ങൾക്ക് ഒറ്റ ലൈനിൽ തന്നെ എഴുതാം. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് താഴത്തേക്ക് ഒരു സെപ്പറേറ്റ് ഒരു ലൈനിൽ എഴുതിയെന്നേ ഉള്ളൂ. ആസ്കി വാല്യൂ അല്ലേ, ആസ്കി വാല്യൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇവിടെ പ്രിന്റ് ചെയ്യുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആസ്കി വാല്യൂ എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്, ഡെസിമൽ ആയിരിക്കും, ഒരു ഡെസിമൽ വാല്യൂ ആയിരിക്കും ആസ്കി വാല്യൂ എന്ന് കാണിച്ചു തന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ പ്രിന്റ് ചെയ്യുമ്പം അതിന്റെ ടൈപ്പ് ആ ഫോർമാറ്റ് സ്ട്രിംഗ് മാത്രം ഒന്ന് മാറ്റി കൊടുത്താൽ മതി. %d കൊടുത്താൽ മതി, %c പകരം. ഓക്കെ, %d കൊടുത്തിട്ട് സെയിം വേരിയബിൾ തന്നെ ഒന്ന് പ്രിന്റ് ചെയ്യുക. അപ്പൊ അതിന്റെ ആസ്കി വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ആസ്കി വാല്യൂ കിട്ടാനായിട്ട് നമ്മളൊന്നുമില്ല. ഒരു ക്യാരക്ടർ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ, നമ്മൾ കീബോർഡിൽ നിന്ന് ഒരു ക്യാരക്ടർ എൻ്റർ ചെയ്യുമ്പോൾ ആ ക്യാരക്ടർ അല്ല പോകുന്നത്, അതിന്റെ ആസ്കി വാല്യൂ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറിയിലേക്ക് പോകുന്നത്. അപ്പൊ മെമ്മറിയിൽ എന്തായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്, അതിന്റെ ആസ്കി വാല്യൂ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പൊ എ ആണെങ്കിൽ എയുടെ വാല്യൂ 65, ക്യാപിറ്റൽ എ ആണ്, സ്മോൾ എ ആകുമ്പോൾ ആസ്കി മാറും. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഈ %c എന്ന് പറഞ്ഞാണ് അത് റീഡ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ആസ്കി വാല്യൂ നമ്മൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നു പറഞ്ഞു. പ്രിന്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാരക്ടർ ഫോർമാറ്റിലാണ് പ്രിന്റ് ചെയ്യുന്നതെങ്കിൽ ക്യാരക്ടർ കറക്റ്റ് ആയിട്ട് കിട്ടും. ഈ ഡെസിമൽ ഫോർമാറ്റിലാണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ആസ്കി വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അത്ര മാത്രമേ ഇവിടെ ശ്രദ്ധിക്കാനുള്ളൂ. അതായത് പ്രിന്റ് ചെയ്യുമ്പോൾ പ്രിന്റ്എഫിൽ %c ആണ് കൊടുക്കുന്നതെങ്കിൽ ആ ക്യാരക്ടർ നമുക്ക് കിട്ടും. %d ആണ് പ്രിന്റ്എഫിൽ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, അതിന്റെ ആസ്കി വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ അത്ര കാര്യങ്ങൾ മാത്രം ഇവിടെ ഓർത്താൽ മതി. ഞാൻ ഒരു സ്ലാഷൻ കൊടുത്തിട്ട് ഒന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് ഇത് ഒറ്റ ലൈനിൽ തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. കമ്പൈൽ ചെയ്തു, Ctrl F9 പ്രസ് ചെയ്താലും മതിയായിരിക്കും. എൻ്റർ എ ക്യാരക്ടർ എന്ന് പറഞ്ഞു കൊടുത്തു. ഞാനിവിടെ ക്യാപ്സ് ലോക്ക് ഇട്ടിട്ട് എ എൻ്റർ ചെയ്തു, ആസ്കി വാല്യൂ 65. വളരെ സിമ്പിൾ ആണ്, കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് വേറൊരു ക്യാരക്ടർ എൻ്റർ ചെയ്ത് കൊടുക്കാം. സ്മോൾ ലെറ്റർ എ എൻ്റർ ചെയ്ത് കൊടുക്കാം, 97. എൻ്റെ ആസ്കി വാല്യൂ 97 ആണ്. ഇനി നമുക്കൊരു ഡിജിറ്റ് എൻ്റർ ചെയ്ത് നോക്കാം. ഓക്കെ, 0 1 2 3 എന്നുള്ള ഡിജിറ്റ് എൻ്റർ ചെയ്ത് നോക്കാം. ഞാൻ 0 എൻ്റർ ചെയ്തു, ആസ്കി വാല്യൂ 48 ആണ്. ഓക്കെ, അത് ക്യാരക്ടർ ആയിട്ടാണ് റീഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം, ഇതിനകത്ത് പല കാര്യങ്ങൾ ഓർത്ത് വെക്കാനുണ്ട്. ഇവിടെ എന്താണ്, ക്യാരക്ടർ ആയിട്ടാണ് റീഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് 0 കൊടുക്കുമ്പോൾ സ്കാനഫിൽ %c കൊടുത്തിട്ടാണ് നമ്മൾ റീഡ് ചെയ്തിരിക്കുന്നത്. %c കൊടുത്തിട്ട് റീഡ് ചെയ്യുമ്പോൾ അത് എന്താണ്, ക്യാരക്ടർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ക്യാരക്ടർ വേരിയബിൾ അല്ലെ, ക്യാരക്ടർ CH എന്ന് പറഞ്ഞ് ക്യാരക്ടർ വേരിയബിളിലേക്കാണ് നമ്മൾ അസൈൻ ചെയ്തത്. അപ്പൊ 0 എന്തായിട്ട് എടുക്കും, ക്യാരക്ടർ ആയിട്ട് എടുക്കും. ഇൻറ്റീജർ ആണെങ്കിൽ അത് എന്ത് കൊടുക്കണം, %d കൊടുക്കണമായിരുന്നു. ഇതാണ് ആസ്കി വാല്യൂ പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാം. ഓക്കെ, താങ്ക് യു.